ഇന്ത്യയുടെ സമരവീര ചരിത്രം തുടങ്ങിയതു മുതൽ വളരെ പേരുകേട്ട ഒന്നായിരുന്നു. തമ്മിൽ തല്ലി വൈദേശിക ആധിപത്യത്തിന് കീഴിൽ ആകുന്നതുവരെ നാം ലോകത്തിലെ ഒരു പ്രമുഖ സൈനിക ശക്തിയായിരുന്നു. അതേസമയം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയും ഇന്ത്യ തന്നെയായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ആകെ സമ്പത്തിൻ്റെ 27% ഇന്ത്യയുടെ കയ്യിലായിരുന്നു എന്ന് പറയാം. ഇന്ത്യയിലെ ആദ്യകാല സൈനിക നേതാക്കൾ അവ്യക്തതയുടെ പകച്ചുരുളുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. എന്നാലും BCE 5-ാം ശതകത്തിൽ തന്നെ വിപുലമായ സൈനിക ശക്തി നിലനിർത്തിയിരുന്ന മഗധയിലെ ബിംബിസാരൻ മുതൽ നമുക്ക് സുവ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട സൈനിക ചരിത്രമുണ്ട്. സെലൂക്കസിനെ നിലംപരിശാക്കി അതിവിസ്തൃതമായ ഭൂപ്രദേശം അടിയറവ് വെപ്പിച്ച ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ പുരാതന കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സേനാനായകന്മാരിൽ ഒരാളാണ്. ആ ചരിത്രം ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെ നിലംപരിശാക്കി 90,000 പാകിസ്ഥാനി സൈനികരെ തടവുകാരാക്കി പിടിച്ച ജനറൽ JS അറോറയിലും മാർഷൽ സാം മനേഷിലും എത്തി നിൽക്കുന്നു. പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശ് എന്നുമൊക്കെ പറയുമ്പോൾ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 600ഓളം നാട്ടുരാജ്യങ്ങൾ കൊണ്ട് ഭിന്നിപ്പിക്കപ്പെട്ട ഭൂപ്രകൃതിയായിരുന്നു ഇന്ത്യയുടേത്. ഉജ്ജ്വലമായ ആ ഇന്ത്യൻ പോരാട്ട പാരമ്പര്യത്തിലെ ഏറ്റവും പ്രഭയുള്ള സേനാനായകന്മാരിൽ ഒരാളാണ് 18-ാം നൂറ്റാണ്ടിലെ പഞ്ചാബ് രാജാവായിരുന്ന രഞ്ജിത് സിംഗിൻ്റെ സേനാനായകനായിരുന്ന ഹരിസിംഗ് നാൽവയും. ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഗുർജൻവാലിയിൽ 1791 ഹരിസിംഗ് നാൽവയുടെ ജനനം. അച്ഛൻ്റെ പേര് ഗുർദയാൽ സിംഗ്, അമ്മയുടെ പേര് ധരം കൗർ. പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടതിനാൽ വളരെ ചെറുപ്പം മുതലേ കുടുംബത്തിൻ്റെ ചുമതലകൾ ഹരിസിംഗിൻ്റെ ചുമലിലായി. മുഗളന്മാരിൽ നിന്നും ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായും മോചനം നേടിയിരുന്നു അക്കാലത്ത്. പകരം കച്ചവട അധികാരങ്ങൾ സ്വന്തമാക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. പശ്ചിമ ഇന്ത്യയിലെ മറാത്ത സാമ്രാജ്യമായിരുന്നു ഇന്ത്യയിലെ അക്കാലത്തെ ഏറ്റവും വലിയ ശക്തി. ടിപ്പു സുൽത്താൻ്റെ മൈസൂർ രാജ്യവും ഏറെ വിസ്തൃതിയുള്ളതായിരുന്നു. വിസ്തൃതിയിൽ മാത്രമല്ല, സാങ്കേതിക രംഗത്തും മൈസൂർ വളരെ മുന്നിലായിരുന്നു. ഒരിക്കൽ ഫ്രഞ്ച് പട്ടാളത്തിൽ നിന്ന് 500ഓളം നൂതന തോക്കുകൾ ടിപ്പു സുൽത്താൻ വാങ്ങുകയും അവയ്ക്കൊന്നും തന്നെ തങ്ങളുടെ കയ്യിലുള്ള തോക്കുകളുടെ അത്ര സാങ്കേതിക മികവില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സിഖ് സാമ്രാജ്യം മറ്റൊരു പ്രബല ശക്തിയായിരുന്നു. രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളും തികഞ്ഞ അരാജകത്വത്തിലായിരുന്നു. ബ്രിട്ടീഷ് മുഗൾ അധിനിവേശത്തെ ഒരുപോലെ ചെറുത്തു തോൽപ്പിച്ച മഹാനായ ഭരണാധികാരിയായിരുന്നു രഞ്ജിത് സിംഗ്. രഞ്ജിത് സിംഗിനാൽ അമർച്ച ചെയ്യപ്പെട്ട മുഗൾ, അഫ്ഗാൻ, പേർഷ്യൻ അധിനിവേശങ്ങളുടെ വികൃതവും നിഷ്ഠൂരവുമായ ശേഷിപ്പുകൾ രഞ്ജിത് സിംഗിൻ്റെ രാജ്യത്തിനെതിരെ പടയൊരുക്കവും ഒളിപ്പോരും നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഹരിസിംഗ് നാൽവ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സൈന്യത്തിൽ ചേരുന്നത്. അന്ന് അദ്ദേഹത്തിന് 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഗംഭീരമായിരുന്നു ഹരിസിംഗിൻ്റെ തുടക്കം. ഒരു വേട്ടയുടെ ഇടയിൽ ഒരു ഭീകരനായ കടുവയെ ഒറ്റയ്ക്ക് വധിച്ച ഹരിസിംഗിൻ്റെ പ്രശസ്തി വളരെ പെട്ടെന്ന് വ്യാപിച്ചു. വളരെ പെട്ടെന്ന് തന്നെ 1000-നടുത്ത് പടയാളികളെ നയിക്കുന്ന ഒരു സർദാറായി അദ്ദേഹം ഉയർന്നു. ബാഗ്മാർ അഥവാ കടുവയെ ഒറ്റയ്ക്ക് വധിച്ച ആൾ എന്ന അപരനാമവും അദ്ദേഹത്തിന് വന്നു ചേർന്നു. ഹരിസിംഗ് നാൽവ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സൈന്യത്തിലെ സർദാറായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ രഞ്ജിത് സിംഗിൻ്റെ സിഖ് രാജ്യം 4 ഭാഗത്തു നിന്നും വെല്ലുവിളികളെ നേരിടുകയായിരുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെ രാജാക്കന്മാരോട് പിടിച്ചു നിൽക്കാൻ രഞ്ജിത് സിംഗിനെ സഹായിച്ചത് ഹരിസിംഗ് നാൽവയുടെ പടയോട്ടമാണ്. കസൗറിലെ യുദ്ധമാണ് ഹരിസിംഗ് നാൽവ ആദ്യമായി പങ്കെടുത്ത പ്രമുഖ യുദ്ധം. ഈ യുദ്ധത്തിൽ അസാമാന്യമായ യുദ്ധപാടവം പുറത്തെടുത്ത നാൽവയെ മഹാരാജ രഞ്ജിത് സിംഗ് നേരിട്ട് സ്ഥാനക്കയറ്റം നൽകി ആദരിച്ചു. അറ്റോക്കിലെ യുദ്ധമായിരുന്നു നാൽവയുടെ കയ്യൊപ്പ് പതിഞ്ഞ മറ്റൊരു യുദ്ധം. അറ്റോക്കിലെ യുദ്ധമാണ് മഹാരാജ രഞ്ജിത് സിംഗിനെ മേഖലയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയാക്കി മാറ്റിയത്. 1810-നും 1837-നും ഇടയിൽ 20-ലധികം തവണ ഹരിസിംഗ് നാൽവയുടെ നേതൃത്വത്തിൽ സിഖ് സൈന്യം അഫ്ഗാൻ, പത്താൻ സൈന്യങ്ങളോട് ഏറ്റുമുട്ടി. എല്ലാ യുദ്ധത്തിലും വിജയം നാൽവയ്ക്കായിരുന്നു. 1/4 നൂറ്റാണ്ടിനുള്ളിൽ തോൽപ്പിക്കാനാവാത്ത പടയോട്ടങ്ങളുടെ ചരിത്രം ആധുനിക കാലത്ത് ഒരു അപൂർവതയായിരുന്നു.
ഇക്കാരണത്താൽ തന്നെ ഹരിസിംഗ് നാൾവയെ ഇന്നേ വരെയുള്ള പ്രഗത്ഭരായ സേനാ നായകരുടെ പട്ടികയിൽ അഗ്രഗണ്യ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. കാർത്തേജിയൻ സേനാനായകൻ ഹാനിബാളിന് കിടനിൽക്കുന്ന യുദ്ധവൈഭവമാണ് പല യുദ്ധങ്ങളിലും നാൾവ പ്രകടിപ്പിച്ചത്. നിരന്തരമായ വിജയങ്ങളിലൂടെ നാൾവയുടെ സൈന്യം പ്രദേശത്തെ പേടിസ്വപ്നമായിരുന്ന അഫ്ഗാൻ കൊള്ളക്കൂട്ടങ്ങളെ അടിച്ചമർത്തി. അക്കാലത്ത് നാൾവയുടെ പേര് തന്നെ പത്താനികളുടെ ഇടയിൽ ഭീതി വിതച്ചിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗ് ഹരിസിംഗിനെ കാശ്മീരിലെയും ഹസാരയിലെയും പെഷവാറിലെയും ഗവർണറായി നിയമിക്കുകയും ഉന്നത സൈനിക ബഹുമതികളാൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. നിരന്തരമായ യുദ്ധങ്ങളായിരുന്നു ഹരിസിംഗ് നാൾവ അഫ്ഗാൻ സൈന്യങ്ങളുമായി നടത്തിയത്. 1837 ജാംറൂഡിലെ യുദ്ധത്തിൽ അഫ്ഗാൻ തലവനായ ദോസ്ത് മുഹമ്മദ് ഖാന്റെ സൈന്യത്തെ സിഖ് സൈന്യം പരാജയപ്പെടുത്തി. പക്ഷേ ആ യുദ്ധത്തിലേറ്റ മുറിവുകളാൽ ഹരിസിംഗ് നാൾവ വീരചരമം പ്രാപിച്ചു. മുറിവേറ്റപ്പോൾ പോലും താൻ മുറിവേറ്റ കാര്യം പരസ്യമാക്കാതിരിക്കാൻ നാൾവ തൻ്റെ സേനാനായകരോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. സിഖ് സൈന്യം വിജയിച്ചതിന് ശേഷമാണ് നാൾവയുടെ വീരചരമം പുറം ലോകം അറിഞ്ഞത്. മരണത്തിലും ശത്രുവിനെ പരാജയപ്പെടുത്തിയ മഹാനായ സേനാനായകനായിരുന്നു ഹരിസിംഗ് നാൾവ. നാൾവയുടെ മരണം മഹാരാജ രഞ്ജിത് സിംഗിനെയും തളർത്തി. 2 വർഷം കഴിഞ്ഞ് 1839 രഞ്ജിത് സിംഗും മരണത്തിന് കീഴടങ്ങി. രഞ്ജിത് സിംഗിൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തെ പോലെ കാര്യപ്രാപ്തി ഉള്ളവരായിരുന്നില്ല. ഹരിസിംഗ് നാൾവയെ പോലെയുള്ള ഒരു സേനാനായകനും പിന്നീട് രംഗപ്രവേശം ചെയ്തില്ല. ഒരു ദശാബ്ദത്തിന് ശേഷം പഞ്ചാബ് മുഴുവൻ അഫ്ഗാൻ സഹായത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി. വളരെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് വളരെ ചെറിയ കാലയളവിനുള്ളിൽ വളരെയധികം യുദ്ധങ്ങളിൽ വിജയിച്ചു എന്നതാണ് യുദ്ധചരിത്രത്തിൽ ഹരിസിംഗ് നാൾവയുടെ ഔന്നത്യത്തിന് കാരണം. ഇത്രയധികം പ്രഗത്ഭനായ സേനാനായകൻ ആയിരുന്നിട്ട് കൂടെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഹരിസിംഗ് നാൾവയെ പറ്റിയുള്ള പരാമർശങ്ങൾ പോലും വിരളമാണ് എന്നത് ദുഃഖസത്യമായി അവശേഷിക്കുന്നു.